അതെ, നിന്റെ പേരെന്താണെന്ന് പറഞ്ഞില്ലല്ലോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോയ നന്ദുവിൻ്റെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് കൃഷ് ചോദിച്ചു. കൃഷ് പിടിച്ച തൻ്റെ കയ്യിലേക്കും കൃഷിൻ്റെ മുഖത്തേക്കും നന്ദു മാറി മാറി നോക്കി. താൻ പിടിച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നത് അവളുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കൃഷിൻ്റെ പിടുത്തം താനെ അയഞ്ഞു. അന്നേരം അവൻ അവൾക്ക് നേരെ കൈ നീട്ടി. അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാവാതെ കൃഷിൻ്റെ മുഖം ചുളിഞ്ഞു. പേര് പറ പെണ്ണേ. കൃഷ് തൻ്റെ ചോദ്യം ഒന്നുകൂടെ ആവർത്തിച്ചതും നന്ദു വീണ്ടും അവന് നേരെ കൈ നീട്ടി. അവൾ ബുക്കിന് വേണ്ടി കൈ നീട്ടിയതാണെന്ന് കൃഷിന് പിന്നീട് മനസ്സിലായി. കൃഷ് അവൾക്ക് നേരെ ബുക്ക് കൊടുത്തു. നന്ദു ആ ബുക്കിൽ തൻ്റെ പേരെഴുതി കൃഷിൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തു. കൃഷ് ആ പുസ്തകത്തിലേക്ക് കണ്ണോടിച്ചു. സ്പന്ദന. കൃഷിൻ്റെ അതരങ്ങൾ മുഴിഞ്ഞു. അങ്ങനെ ഇരുവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഏതൻസ് വില്ല. വുഡൻ നെയിം പ്ലേറ്റിൽ എഴുതിയത് വായിച്ചുകൊണ്ട് കൃഷ് കോളിംഗ് ബെൽ പ്രസ് ചെയ്തു. കുറച്ചു നിമിഷം കഴിഞ്ഞു മധ്യവയസ്കയായ ഒരു സ്ത്രീ വന്ന് ഡോർ തുറന്നു. ആരാ? കൃഷിനെ കണ്ട് ആ സ്ത്രീ ചോദിച്ചു. ഞാൻ കൃഷ്. കൃഷ്? യെസ്, കൃഷ്. കൃഷ് വീണ്ടും പറഞ്ഞു. കൃഷ്, ബാക്കി കൂടെ പറ. ഈ അമ്മച്ചി എന്തോന്നായി പറയുന്നത്? ആ സ്ത്രീ അങ്ങനെ ചോദിച്ചതും കൃഷ് ഒരു നിമിഷം ചിന്തിച്ചു. ബാക്കിയൊന്നുമില്ല കൃഷ്, അത്രേ ഉള്ളൂ. ഓ, അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു കൃഷ്ണൻ എന്നെങ്ങാനും ആയിരിക്കുമെന്ന്. അല്ല, കൃഷ്ണൻ ഇപ്പം എന്താ വേണ്ടേ? അത് പിന്നെ ഈ വീടിൻ്റെ മുകളിലത്തെ നില വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. കൊടുക്കുന്നുണ്ട്, പക്ഷേ കൃഷ്ണനെ പോലെ സിംഗിളായ പയ്യനെ ഞങ്ങൾ വീട് കൊടുക്കില്ല. ഷോ, ആൻറ്റിക്ക് വീണ്ടും തെറ്റി. കൃഷ്ണനല്ല, കൃഷ്. എൻ്റെ പൊന്നു കുഞ്ഞെ, ഒരു NAN കൂടിയെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല. മോനെ കൃഷ്, ഞാൻ പറഞ്ഞത് എന്താണെന്ന് മോന് മനസ്സിലായല്ലോ? മനസ്സിലായി ആൻറ്റി. ആൻറ്റി, ഞാൻ സിംഗിളല്ല, മിങ്കിളാണ്. മോളെ നന്ദ, ഇങ്ങ് വാ. കൃഷ് ആ സ്ത്രീയോട് അതും പറഞ്ഞുകൊണ്ട് നന്ദുവിനെ വിളിച്ചു. അന്നേരം കുറച്ച് മാറി നിൽക്കുകയായിരുന്ന നന്ദു അങ്ങോട്ട് വന്നതും കൃഷ് അവളെ തന്നോട് അടുപ്പിച്ചു, ചേർത്ത് പിടിച്ചു. ഇത് എൻ്റെ വൈഫ് സ്പന്ദന, എൻ്റെ സ്വന്തം നന്ദ. നന്ദുവിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൃഷ് അവനോട് ചേർന്ന് നിൽക്കുന്ന സുന്ദരിയായ കൊച്ചു പെണ്ണ്. ആ സ്ത്രീ രണ്ടുപേരെയും ഒന്ന് ഇരുത്തി നോക്കി. സണ്ണിച്ചായ, സണ്ണിച്ചായ, ഒന്ന് ഇങ്ങോട്ട് വരുമോ? ആ സ്ത്രീ അകത്തേക്ക് നോക്കി വിളിച്ചു. അടുത്ത നിമിഷം ആ സ്ത്രീയുടെ ഭർത്താവായിരിക്കാം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പുരുഷൻ കൂടി ഇറങ്ങി വന്നു. കാത്തു, ആരാ അത്? അയാൾ തൻ്റെ ഭാര്യ കാതറിനോട് ചോദിച്ചു. സണ്ണിച്ചായ, ഇവർ മുകളിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നവരാണെന്ന്. അതിന് ഈ രാത്രിയിലാണ് വരുന്നത്. സണ്ണിച്ചായൻ അതും പറഞ്ഞുകൊണ്ട് അകത്തു നിന്നും വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി വന്നു. ഇരുവരെയും ഒന്ന് നോക്കി. ഈ കൊച്ച് നിന്റെ ആരെന്നാ പറഞ്ഞത്? സണ്ണിച്ചായൻ ചോദിച്ചു. ഭാര്യ. കൃഷ് പതർച്ച മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് നിങ്ങൾക്ക് കെട്ടാനുള്ള പ്രായമൊക്കെ ആയോ പിള്ളേരെ? ആയി അങ്കിൾ. നന്ദയ്ക്ക് 18 എപ്പോഴേ കഴിഞ്ഞു. എനിക്ക് 23 തുടങ്ങി. അത് പോരെ അങ്കിൾ? അതൊക്കെ മതി. പക്ഷേ നിങ്ങൾ ഒളിച്ചോടി വന്നതൊന്നും അല്ലല്ലോ പിള്ളേരെ. എവിടെയോ എന്തോ ഒരു വശപ്പശക്ക്. ശരിക്കും ഇവള് നിന്റെ ഭാര്യയാണോ? അങ്കിളിപ്പോൾ കരുതുന്നുണ്ടാവും, വീട്ടുകാരോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയ ഞാൻ വീട് കിട്ടാതെ നട്ടം തിരിഞ്ഞപ്പോൾ അവസാനം ഇവളെ ഭാര്യയുടെ വേഷം കെട്ടി കൂടെ കൊണ്ടുവന്നതാണെന്ന്. ആരായാലും സംശയിച്ചു പോവും. കൃഷ് ആ പറഞ്ഞത് കേട്ടതും ഈ പൊട്ടന് വട്ടാണോ എന്ന പോലെ നന്ദു കൃഷിനെ ഒന്ന് ഇരുത്തി നോക്കി. അങ്കിള് പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. അങ്കിൾ, ഞങ്ങൾ ഒളിച്ചോടി വന്നതൊന്നുമല്ല. ഇവളുടെ വീട്ടിൽ നിന്നും ധൈര്യത്തോടെ വിളിച്ചിറക്കി കൊണ്ടുവന്നതാ. അങ്കിളിനറിയോ, എൻ്റെ നന്ദ ഒരു അനാഥയാ. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചു. പിന്നെ ചെറിയച്ഛൻ്റെയും ചെറിയമ്മയുടെയും കൂടെ ഒരു നരക ജീവിതമായിരുന്നു. അതായിരുന്നു എൻ്റെ നന്ദക്ക്. ആരാൻ്റെ അടുക്കളയിൽ കഷ്ടപ്പെടുകയായിരുന്ന എൻ്റെ നന്ദയെ ഞാൻ വിളിച്ചിറക്കി കൊണ്ടുവന്നു അങ്കിൾ. ആ നരകത്തിൽ നിന്നും ഒരു മോചനം ഇവൾക്ക് കൊടുക്കണമെന്ന് തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ല, വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുവന്നു, രജിസ്റ്റർ മാരേജ് ചെയ്തു. പക്ഷേ എൻ്റെ അച്ഛനും എൻ്റെ മനസ്സ് കണ്ടില്ല അങ്കിൾ. മിണ്ടാപ്രാണിയും അനാഥയായ എൻ്റെ നന്ദയെ അവർ സ്വീകരിച്ചില്ല അങ്കിൾ. സ്നേഹിക്കുന്നത് ഒരു തെറ്റാണോ അങ്കിൾ? പറ അങ്കിൾ, തെറ്റാണോ? സണ്ണിച്ചായൻ ഓട്ടോമാറ്റിക്കായി ഇല്ലെന്ന പോലെ തലയനക്കി. ഞാനും സ്നേഹിച്ചു പോയി അങ്കിൾ. ഈ മിണ്ടാപ്രാണിയും കൊണ്ട് ഈ രാത്രിയിൽ ഞാൻ എങ്ങോട്ട് പോകും? നിങ്ങൾക്ക് ഞങ്ങളെ സംശയമാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോയേക്കാം. ചിലപ്പോൾ നാളത്തെ പത്രത്തിൽ റെയിൽവേ ട്രാക്കിൽ നിന്നും 2 അജ്ഞാത ജനങ്ങളെ കണ്ടെത്തി എന്ന വാർത്ത കണ്ട നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നു വേണ്ട. ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും. ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലേ ഒരുമിച്ച് മരിക്കാലോ. വാ നന്ദ, നമുക്ക് പോവാം. സെൻറ്റി ഡയലോഗ്സ് വാരി വിതറിക്കൊണ്ട് കൃഷ് നന്ദുവിൻ്റെ കൈയും പിടിച്ചു. അവർ തിരിച്ചു വിളിക്കും എന്നുള്ള പ്രതീക്ഷയോടെ മുന്നോട്ട് നടന്നു. മക്കളെ, ഒന്ന് നിൽക്കൂ.
പിന്നിൽ നിന്നും കാതറിൻ്റെ സ്വരം കേട്ടതും കൃഷിൻ്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞുവെങ്കിലും അത് പ്രകടിപ്പിക്കാതെ വീണ്ടും സങ്കടമൊക്കെയും വരുത്തിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. എന്താ ആൻറ്റി? ഇങ്ങ് വാ. കാതറിൻ വിളിച്ചത് കേട്ടതും ഇരുവരും വീണ്ടും അവരുടെ അരികിലെത്തി. എൻ്റെ പിള്ളേരെ ഇതിയാൻ എന്തേലും പറഞ്ഞു വെച്ചേ നിങ്ങളത് കാര്യാക്കണ്ട. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല പിള്ളേരെ. അതുകൊണ്ട് ഞങ്ങളൊന്ന് സംശയിച്ചു പോയി. ഇത്രയും വലിയ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഈ രാത്രിയിൽ ഇതുപോലെ വീട് ചോദിച്ചു വന്നപ്പോൾ എന്തോ ഒരു സംശയം പോലെ തോന്നി. പക്ഷേ ഇപ്പം സംശയമൊന്നുമില്ലെന്നേ. നിങ്ങൾ രണ്ടുപേരെയും കണ്ടാൽ അറിയില്ലേ, നല്ല മക്കളാ. മോളെ കാണാൻ നല്ല ഭംഗിയാ. മോൻ്റെ ഭാഗ്യ ഇതുപോലെ നല്ലൊരു സുന്ദരി കൊച്ചിനെ കിട്ടിയത്. അതുപോലെ മോളുടെ ഭാഗ്യ ഇതുപോലെ സ്നേഹിക്കുന്ന ചേർത്ത് പിടിക്കുന്ന ഭർത്താവിനെ കിട്ടിയത്. സൂപ്പർ ജോഡിയാട്ടോ. കാതറിൻ പറഞ്ഞത് കേട്ട് കൃഷും നന്ദുവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഇച്ചായ ആ കീങ് തന്നേക്ക്. കാതറിൻ പറഞ്ഞത് കേട്ട് സണ്ണി ആ കീ കാതറിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. കാതറിൻ അത് നന്ദുവിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ നന്ദു കൃഷിനെ ഒന്ന് നോക്കി. അന്നേരം കൃഷ് അത് വാങ്ങിക്കോളാൻ കണ്ണുകൊണ്ട് കാണിച്ചതും നന്ദു അത് വാങ്ങി. കീയും വാങ്ങി ഇരുവരും സ്റ്റെയർ കയറി മുകളിലെത്തി. ഡോറും തുറന്ന് അകത്ത് കയറി ബാഗൊക്കെ ഒരിടത്ത് വെച്ച് ഇരുവരും വീടൊക്കെ കണ്ണോടിക്കാൻ തുടങ്ങി. കിച്ചൺ, ലിവിംഗ് ഹാൾ, ഡൈനിങ് ഹാൾ, പ്രെയർ റൂം, 2 ബെഡ്റൂം. 2 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായിരുന്നു. പിന്നെ ഹാളിലും ഒരെണ്ണം ഉണ്ടായിരുന്നു. ഒരു കോമൺ ബാൽക്കണിയും മറ്റൊന്ന് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാൽക്കണി ആയിരുന്നു. അതെ, ഈ ബെഡ്റൂം എൻ്റെയാ, നീ വേണേലേ അതെടുത്തോ. ബാൽക്കണിയുള്ള ബെഡ്റൂമിൽ നിന്നുകൊണ്ട് കൃഷ് പറഞ്ഞു. മിണ്ടാൻ കഴിഞ്ഞെന്ന് ഈ തെണ്ടിയുടെ മുഖത്ത് നോക്കി 2 പറയായിരുന്നു. കൃഷിനെ മനസ്സിൽ പ്രാഗിക്കൊണ്ട് നന്ദു മുറിവിട്ടിറങ്ങി. കുറച്ചു കഴിഞ്ഞതും കയ്യിലൊരു പേപ്പറും പിടിച്ച് നന്ദു തിരികെ വന്നു. നന്ദു തൻ്റെ കയ്യിലെ പേപ്പർ കൃഷിനെ ഏൽപ്പിച്ചു. അവിടെ നിന്ന് പോയതും കൃഷ് അത് വായിച്ചു നോക്കി. അതെ, തൊട്ടും പിടിച്ചുള്ള അഭിനയമൊന്നും വേണ്ടാട്ടോ. സംസാരിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഞാൻ കരാട്ടയും കുംഫു ഒക്കെയും പഠിച്ചിട്ടുണ്ട്. തനിക്ക് ദുരുദ്ദേശമൊന്നും ഉണ്ടാവില്ലെന്നറിയാം. എന്നാലും ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഗുഡ് നൈറ്റ്. ആ പിന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, താൻ നേരത്തെ ഭയങ്കര ഓവറായിരുന്നു. എന്തൊരു ഓവർ ആക്ടിങ്. ഇനി ശ്രദ്ധിച്ചാൽ തനിക്ക് കൊള്ളാം. അത് വായിച്ചു കഴിച്ചതും കടലാസ് ചുരുട്ടിക്കൂട്ടി ഒരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞ കൃഷ് ഒരു ടവലും എടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. ഇതേ സമയം മറ്റേ മുറിയിൽ നന്ദു ബെഡിൽ കയറിയിരുന്ന് ഓരോന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഇനി എത്ര നാൾ പൊട്ടിയായി ഇവൻ്റെ മുന്നിൽ അഭിനയിക്കേണ്ടി വരും എന്നോർത്ത് അവൾക്കൊരു എത്തും പിടിയുമില്ലായിരുന്നു. കൂടുതൽ ആലോചിച്ച് സമയം കളയാതെ അവളും തൻ്റെ ബാഗിൽ നിന്നും ടവലും എടുത്ത് വാഷ്റൂമിലേക്ക് ചെന്നു. കുളി കഴിഞ്ഞതും ബെഡ് കണ്ടത് മാത്രമേ നന്ദുവിന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അവൾ പെട്ടെന്ന് തന്നെ നിദ്രയെ കൂട്ടിപ്പിടിച്ചു. എന്നാൽ ഇതേ സമയം കുളിയും കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ബെഡിലേക്ക് വീണ കൃഷിൻ്റെ മനസ്സിൽ നേരിയ കുറ്റബോധം തോന്നി. തമാശക്ക് പോലും തൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് തൻ്റെ മുല്ലയല്ലാതെ മറ്റൊരു പെണ്ണിനെ ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അങ്ങനെയുള്ള താൻ ഏതോ ഒരു പെണ്ണിനെ തൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു, ചേർത്ത് നിർത്തുന്നു. അതുപോരാഞ്ഞ് അവളുമായി ഫ്ലാറ്റ് ഷെയർ ചെയ്യുന്നു. തനിക്ക് എങ്ങനെ ഇതിനൊക്കെ സാധിച്ചു? തന്നെ അവൾ മറന്നതുപോലെ താനും അവളെ മറന്നു തുടങ്ങിയോ? ഇനിയിപ്പോൾ അവന്മാർ പറയും പോലെ അവളെ തന്നെ തേച്ചതാവോ? ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്ക് വാക്ക് തന്നതല്ലേ, ജീവിക്കാനായാലും മരിക്കാനായാലും ഒരുമിച്ചുണ്ടാവണമെന്ന്. അവൾ വരും, എൻ്റെ മുല്ല എന്നെ തേടി ഉറപ്പായും വരും. തങ്ങളുടെ പ്രണയത്തിൻ്റെ മധുരക്കും ഓർമ്മകളുമായി കൃഷ് ഉറക്കത്തിലേക്ക് വഴുതി വീണു. 7 മണി നേരത്തെ അലാം ശബ്ദിക്കുന്നത് കേട്ടിട്ടാണ് കൃഷ് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത്. മുറിയിലെ ബാൽക്കണി ഡോറും തുറന്ന് പുറത്തിറങ്ങിയ കൃഷ് തൻ്റെ ഇരു കൈയും കുടഞ്ഞ ശേഷം തൻ്റെ ഷോൾഡർ ഇരു സൈഡിലേക്കും ചരിച്ചു ഞൊട്ടൊടിച്ചു. അതിനിടയിലാണ് കൃഷ് തൻ്റെ വലത്തെ സൈഡിലേക്ക് നോട്ടം തിരിക്കുന്നത്. അവൻ്റെ മുറിയിലെ ബാൽക്കണിയുടെ നേരെ വലത് സൈഡിൽ കോമൺ ബാൽക്കണിയാണ്. നന്ദു കുളിയൊക്കെ കഴിഞ്ഞു മുഖം തിരിഞ്ഞു നിന്ന് ഒരു ടവൽ എടുത്ത് തല തുടയ്ക്കുന്ന കാഴ്ചയാണ് കൃഷ് കാണുന്നത്. എന്നാൽ കൃഷിന് അവൾ കണ്ടില്ലായിരുന്നു. അവൾ ഈ ലോകത്തൊന്നും അല്ല എന്ന് തോന്നിയ കൃഷ് അവളുടെ നോട്ടം പോകുന്ന വഴിയെ ഒന്ന് നോക്കി. അപ്പോഴാണ് താഴെ ഏതൻസ് ഗാർഡനിലെ ബെഞ്ചിലിരുന്ന് കോഫി കുടിച്ചുകൊണ്ട് പത്രം വായിക്കുന്ന സണ്ണി ചായനെയും അയാളുടെ തോളിലേക്ക് ചാഞ്ഞിരിക്കുന്ന കാതറിനെയും കാണുന്നത്. ആ ഒരു കാഴ്ച ആരായാലും നോക്കിപ്പോവും. ഒരു നിമിഷം കൃഷും കണ്ണെടുക്കാതെ അവരെ നോക്കി നിന്നു. ശേഷം വീണ്ടും നന്ദുവിലേക്ക് നോട്ടം പായിച്ചു. ഹലോ. കൃഷിൻ്റെ ശബ്ദം കേട്ടതും നന്ദു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ഗുഡ് മോർണിംഗ്. കൃഷിൻ്റെ ഗുഡ് മോർണിംഗ് കേട്ടു നന്ദു തിരികെ ഗുഡ് മോർണിംഗ് പറയാൻ വന്നതായിരുന്നു. പെട്ടെന്നാണ് താനിപ്പോൾ പഞ്ചാബി ഹൗസിലാണെന്ന കാര്യം നന്ദു ഓർക്കുന്നത്. അവൾ കൃഷിനെ നോക്കി ചിരിച്ചു കാണിച്ചു. സീൻ പിടിച്ച് കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് റെഡിയാവ്, കോളേജ് പോകണ്ടേ? ഇന്ന് ഫ്രഷേഴ്സ് ഡേ ആണ്, എനിക്ക് നേരത്തെ എത്തണം. അന്നേരം നന്ദു ഓക്കെ എന്ന പോലെ തംസപ്പ് കാണിച്ചു. എടോ, തൻ്റെ കയ്യിലെ ഒരു പെറ്റിക്കോട്ട് എടുക്കാൻ കാണുമോ? ഞങ്ങൾ സീനിയേഴ്സിൻ്റെ വക പെറ്റിക്കോട്ട് ഡാൻസ് ഉണ്ട്. കൃഷ് പറഞ്ഞത് കേട്ടതും നന്ദു അവനെ കൂർപ്പിച്ചു നോക്കി. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ വേറെ സംഘടിപ്പിച്ചോളാം.
അതെ, നീ എൻ്റെ ഫോൺ പൊട്ടിച്ചതല്ലേ, നിനക്ക് ഞാൻ നല്ല ഒന്നാന്തരം പണി തരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കൃഷ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയതിന് പിന്നാലെ നന്ദുവും അകത്തേക്ക് കയറിപ്പോയി. ഇരുവരും പെട്ടെന്ന് റെഡിയായി മുറിയിൽ നിന്ന് ഇറങ്ങി വന്നത് ഒരേ സമയത്തായിരുന്നു. ബ്ലാക്ക് കളറിൽ സിൽക്ക് ഷിഫോൺ സാരിയിൽ നിൽക്കുന്ന നന്ദുവിനെ കണ്ട് ഒരു നിമിഷം കൃഷ് കണ്ണെടുക്കാതെ നോക്കിയെങ്കിലും അടുത്ത നിമിഷം അവൻ തല കുടഞ്ഞു നോട്ടം മാറ്റി. അവൾ മുടി ഫ്രീ ആയി വിട്ടിട്ടുണ്ട്. കഴുത്തിലും കാതിലും കയ്യിലും സിമ്പിൾ ഓർണമെന്റ്സ്. ചെറുതായി കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ടു എന്നതിലുപരി കൂടുതൽ മേക്കപ്പോ ആർഭാടങ്ങളോ ഒന്നുമില്ലായിരുന്നു. ബീച്ച് കളർ പാൻറ്റും ബ്ലാക്ക് ഷർട്ടും ആയിരുന്നു കൃഷിൻ്റെ വേഷം. ഷർട്ട് ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർമൽ ഷൂസ്, ഒരു കയ്യിൽ വാച്ച്, മറ്റേ കയ്യിൽ ഇടിവെള്ള. അതായിരുന്നു കൃഷിൻ്റെ കോസ്റ്റ്യൂം ആൻഡ് ലുക്ക്. ഇരുവരും ഡോറും പൂട്ടി ഇറങ്ങിയപ്പോഴാണ് സണ്ണി ചായനും കാതറിനും അവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുന്നത്. അതിപ്പോൾ ലാഭമായല്ലോ എന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് കെയറിങ് ഹസ്ബൻഡായി നന്ദുവിൻ്റെ കൈ മേടിച്ച് നടക്കുമ്പോൾ നന്ദു അവനെ നോക്കി പേടിപ്പിച്ചു. എൻ്റെ നന്ദ, തൽക്കാലം നീ ഇത് സഹിച്ചേ പറ്റൂ. ഞാൻ മറ്റൊരു ഉദ്ദേശവും വെച്ചല്ല നിന്റെ കൈ പിടിക്കുന്നത്. ഒരു ഒറിജിനാലിറ്റി ഒക്കെ ഇരുന്നോട്ടെ എന്ന് കരുതി എന്നും പറഞ്ഞുകൊണ്ട് കൃഷ് അകത്തേക്ക് നടന്നു. നിങ്ങളൊന്ന് സെറ്റാവുന്നത് വരെ ഫുഡിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. പാലപ്പവും മട്ടൺ സ്റ്റൂവും വയറ് നിറയെ തട്ടി ഇറങ്ങാൻ നേരം കാതറിൻ പറഞ്ഞപ്പോൾ എന്ത് മനോഹരമായ ആചാരം, ഇനിയും കാണുമോ ഇതുപോലുള്ള ആചാരങ്ങൾ എന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് കൃഷ് അവരോട് താങ്ക്സും പറഞ്ഞു നന്ദുവിനെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി. ഒരേ കോളേജിലാണല്ലോ പോകുന്നത്, അതുകൊണ്ട് നന്ദുവിനെയും അവൻ കൂടെ കൂട്ടിയെങ്കിലും കോളേജിൻ്റെ ഗേറ്റ് എത്തുന്നതിന് തൊട്ടു മുന്നേ റോഡരികിൽ അവൻ അവളെ ഇറക്കിപ്പോയപ്പോൾ അതാണ് നല്ലതെന്ന് അവൾക്കും തോന്നി. നന്ദു നേരെ ക്ലാസ്സിൽ ചെന്ന് ഇന്നലെ നടന്നത് മുഴുവൻ വള്ളിപ്പുള്ളി വിടാതെ തനുവിനോട് പറഞ്ഞതും തനു താടിക്ക് കൈയും കൊടുത്തിരുന്നു പോയിരുന്നു. അത് കഴിഞ്ഞ് പ്രോഗ്രാം ആരംഭിക്കാൻ സമയമായെന്നും പറഞ്ഞു 2-3 പേര് വന്ന് വിളിച്ചതും ഇരുവരും പ്രോഗ്രാം ഹാളിലേക്ക് നടന്നു. ഇതേസമയം ആഡിസും ദിവിനും കൃഷിൻ്റെ ഇടവും വലവും നിന്ന് ഇന്നലത്തെ കാര്യങ്ങൾ ഓരോന്നായി പറയിപ്പിക്കുകയാണ്. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ദിവിൻ വല്ലാത്ത ഭാവത്തിൽ ചോദിച്ചു. എന്ത് ചെയ്യാൻ, ഞാൻ എൻ്റെ മുറിയിൽ കിടന്നു, അവളുടെ മുറിയിൽ കിടന്നു. എടാ മണ്ട, ഒറ്റ മുറിയിൽ കിടന്ന് നമുക്ക് കറണ്ട് ബില്ല് ലാഭിച്ചാലോ എന്നൊരു ചോദ്യം ചോദിക്കായിരുന്നില്ലേ? ദിവിന് പറയാതിരിക്കാനായില്ല. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, കൃഷ് പുച്ഛിച്ച് തള്ളി. അങ്ങനെ ലാഭിക്കാൻ ചെന്ന ആ വഴിക്ക് ഇവന് പലതും നഷ്ടപ്പെട്ടെന്ന് വരാം. അതൊന്നും വേണ്ട, 2 പേരും 2 മുറിയിൽ കിടക്കുന്നത് തന്നെയാണ് നല്ലത്, ആഡിസ് പറഞ്ഞു. കൃഷ് ആ നേരത്താണ് കൃഷ്ണനെ വിളിച്ചുകൊണ്ട് ഓടിക്കിതച്ചുകൊണ്ട് ധ്യാൻ അങ്ങോട്ട് വരുന്നത്. എന്താടാ? കൃഷ് നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. എടാ കൃഷ്, ഞാൻ ഇന്നലെ പറഞ്ഞ ആ പെണ്ണില്ലേ, നിന്റെ പെണ്ണ്, അവളെ ഞാൻ കണ്ടടാ. നമ്മുടെ അതേ ഡിപ്പാർട്ട്മെൻറ്റ്. അവളെ ഫസ്റ്റ് ഇയർ BBAക്കാണ് പഠിക്കുന്നത്. പഠിക്കണുണ്ടല്ലോ, അൽഹംദുലില്ലാ ഹൈർ, ദിവിൻ പ്രത്യേക ഇണത്തി പറഞ്ഞു. ഒന്നും മിണ്ടാതിരിക്കടാ. കൃഷ് കൃത്രിമ ദേഷ്യത്തോടെ ദിവിനെ നോക്കി. എടാ, ഇന്നലെ നിനക്ക് അടി വാങ്ങിച്ചു തന്ന ആ പെണ്ണാ? ആഡിസ് ചോദിച്ചു. ആ അത് തന്നെ, ദേ അവള് പ്രോഗ്രാം ഹാളിലുണ്ട്, നീ വരികയാണല്ലേ, ഇപ്പൊ കാണിച്ചു തരാം. ധ്യാൻ പറഞ്ഞത് കേട്ടതും ആരാ പെണ്ണെന്നറിയാൻ കൃഷിനും ആഗ്രഹമുണ്ടായിരുന്നു. ധ്യാൻ അവരെയും കൂട്ടി പ്രോഗ്രാം ഹാളിലേക്ക് നടന്നു. ദേ ആ 2ാമത്തെ റോയിൽ ഏറ്റവും അറ്റത്തിരിക്കുന്ന കറുത്ത സാരിയെ കണ്ടോ? അവളാണ് ലവൾ. ധ്യാൻ ചൂണ്ടിക്കാട്ടിയ പെണ്ണിനെ കണ്ട് കൃഷും ആഡിസും ദിവിനും പരസ്പരം ഒരു നിമിഷം മുഖത്തോട് മുഖം നോക്കി. അത് കഴിഞ്ഞ് അവിടെ ഒരു പൊട്ടിച്ചിരി ഉയർന്നു. നിർത്തടാ, നിങ്ങൾക്കെന്താ വട്ടായോ? 3ന്റെയും ചിരി കണ്ട് ധ്യാൻ ദേഷ്യത്തെ പറഞ്ഞു. എട പൊട്ടാ, അവള് പൊട്ടിയാടാ, നിനക്ക് ആള് മാറിയതാണ്, ആഡിസാണ് പറഞ്ഞത്. ഈ മരഭൂതം പറയുന്നത് കേട്ട് ഇറങ്ങി തിരിച്ച നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ, ദിവിൻ ധ്യാനിനെ പുച്ഛിച്ചു. എടാ ദിവിനെ, നിന്റെ തന്തയ്ക്ക് വിളിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, നിന്റെ തന്ത എൻ്റെ അമ്മാവനായിപ്പോയി, അതാ ഞാൻ ഒന്നും പറയാത്തത്, ധ്യാൻ ദേഷ്യത്തോടെ പറഞ്ഞു. എടാ കൃഷ്, ഞാൻ പറഞ്ഞത് സത്യ, അവള് പൊട്ടിയൊന്നും അല്ല, അവള് നല്ല അസലായി സംസാരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടല്ലേ, പ്രോഗ്രാം തുടങ്ങുമല്ലോ, അപ്പം അറിയാലോ, ധ്യാൻ പറഞ്ഞു. ഇവൻ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടടാ. ഇവൻ പറഞ്ഞ പോലെ ആദ്യം അവൾക്ക് സംസാരിക്കാൻ പറ്റുമെന്നറിയണം. അവൾ എന്നെ പറ്റിച്ചതാണെങ്കിൽ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവൾക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്, കൃഷ് വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുമിച്ചാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. സ്റ്റേജിൽ ഒരു ബോക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോളോ ഡാൻസ്, കപ്പിൾ ഡാൻസ്, മോണോ ആക്ട്, സിംഗിൾ സോങ്, റാം വാക്ക്, ഡംഷറാസ് ഗെയിം, ലവ് പ്രപ്പോസൽ, അങ്ങനെ കുറച്ച് പ്രോഗ്രാം ഐറ്റത്തിൻ്റെ പേര് എഴുതി ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഇയേഴ്സിലെ ഓരോ പിള്ളേരായി വന്ന് അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അവർക്ക് എന്താണോ കിട്ടിയത് അത് സ്റ്റേജിൽ വന്ന് പ്രസൻറ്റ് ചെയ്യണം. അങ്ങനെ ഓരോരുത്തരായി വന്ന് ഓരോന്ന് ചെയ്യുന്നുണ്ട്. നന്ദുവിനാണെങ്കിൽ പേടിച്ച് മുട്ട് വിറക്കുന്നുണ്ട്. പാട്ട് പാടാനെങ്ങാനും കിട്ടിയാൽ താൻ അതോടെ തീർന്ന്. തനിക്ക് ഡാൻസ് കിട്ടിയാൽ മതിയായിരുന്നു, തൽക്കാലം രക്ഷപ്പെടായിരുന്നു. നന്ദു വിചാരിക്കുകയാണ്. കൃഷ് അവിടെ ഉണ്ടോയെന്ന് അവൾ തിരിഞ്ഞും മറിഞ്ഞും നോക്കുന്നുണ്ട്. കൃഷും കൂട്ടുകാരും സ്റ്റേജിൻ്റെ സൈഡിലാണ് നിന്നിട്ടുള്ളത്.
നന്ദു അത് കണ്ടില്ലായിരുന്നു. തനുവിന് സോളോ ഡാൻസ് പെർഫോം ചെയ്യാനാണ് കിട്ടിയത്. സീനിയേഴ്സ് പ്ലേ ചെയ്യുന്ന പാട്ടിന് ചുവടുകൾ വെക്കണം, അതായിരുന്നു റൂൾസ്. തനു നല്ലൊരു ഡാൻസർ ആയിരുന്നു. അവൾ പൊളിച്ചടുക്കി. ഒടുവിൽ നന്ദുവിൻ്റെ ചാൻസ് എത്തി. നേരിയ പേടിയോടെ നന്ദു സ്റ്റേജിലെത്തി. ബോക്സിൽ കൈയിടാനൊരുങ്ങിയപ്പോഴാണ് അവിടേക്ക് കയറി വരുന്ന കൃഷിനെ അവൾ കാണുന്നത്. നിനക്കുള്ള ഐറ്റം ഞാൻ തരാം എന്നും പറഞ്ഞ് കൃഷ് അവൾക്ക് നേരെ ഒരു പേപ്പർ നീട്ടി. നന്ദു ആ പേപ്പർ തുറന്നു നോക്കി. ഒരു പക്ഷി അതിൻ്റെ ആയുഷ്കാലം മുഴുവൻ പറന്നാലും തണല് തീരാത്തൊരു മരമുണ്ട്. 7-ാം കടലിനപ്പുറത്ത് പരമസീമയിലെ സിതറാ വൃക്ഷം. അതിന് തൊട്ടടുത്താണ് സ്വർഗം. അവിടെ ഞാൻ നിന്നെ കാത്തു നിൽക്കും. ഇത് വായിച്ച നന്ദു കൃഷ്ണനൊന്ന് നോക്കി. ഈ ഒരു ഡയലോഗ് നീ എൻ്റെ കണ്ണിലേക്ക് നോക്കി പറയണം. അത് കഴിഞ്ഞ് ഇവിടെ ഒരു മ്യൂസിക് പ്ലേ ആവും. അതിന് നീയും ഞാനും ചുവടുകൾ വെക്കുന്നു. അതാണ് നിനക്കുള്ള ടാസ്ക്. തനിക്ക് സംസാരിക്കാൻ പറ്റുമെന്നത് അവൾ അറിഞ്ഞു. അതവൻ്റെ കണ്ണിൽ കൂടി അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അവൻ്റെ തീക്ഷ്ണമായ നോട്ടത്തിന് മുന്നിൽ നന്ദു ഒരു നിമിഷം പതറി. എല്ലാവരും ഈ കുട്ടിയെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ, കൃഷ് പറഞ്ഞതും കാണികളുടെ ഇടയിൽ നിന്നും കൈയടികൾ ഉയർന്നു. നന്ദുവിന് സംസാരിക്കാൻ പറ്റുമെന്നറിഞ്ഞപ്പോൾ കിളിപോയി നിൽക്കുന്ന ആഡിസിനെയും ദിവനെയും നോക്കി ധ്യാൻ പുച്ഛം വാരി വിതറി. എന്താ പേര്? കൃഷ് ചോദിച്ചു. സ്പായോ? കൃഷ് പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചതും അവിടെ പൊട്ടിച്ചിട്ട് ഉയർന്നു. എല്ലാവരും ചിരിക്കുന്നത് കണ്ടപ്പോൾ വെറുതെ കോമഡി പീസ് ആവണ്ടല്ലോ എന്ന് കരുതി നന്ദു ആക്റ്റീവായി. അല്ല, സ്പന്ദന. എന്നാ സ്പന്ദന തുടങ്ങിക്കോളൂ. സ്പന്ദനയുടെ ആ കൽബിൻ്റെ സ്പന്ദനം ഞാനൊന്ന് കേൾക്കട്ടെ. കൃഷ് അവളെ നോക്കി വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞതും ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് മനസ്സിൽ പറഞ്ഞ നന്ദു ധൈര്യം സംഭരിച്ചു. തനിക്ക് മുന്നിൽ നിൽക്കുന്ന കൃഷിൻ്റെ കണ്ണിലേക്ക് നോക്കി അതേ ഫീലിങ്സോടുകൂടി ആ ഡയലോഗ് പറഞ്ഞു. സിനിമയിലെ നായികയുടെ പെർഫോമൻസിനോട് കട്ടക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയ പെർഫോമൻസ് ആയിരുന്നു നന്ദുവിൻ്റേത്. കാണികളിൽ നിന്നും കയ്യടിയും വിസിലടിയും ഉയർന്നു. കൃഷി പോലും ഒരു നിമിഷം അവളെ നോക്കി നിന്ന് പോയി. ഡയലോഗ് അവസാനിച്ചപ്പോൾ അടുത്ത നിമിഷം ആ സിനിമയിലെ പാട്ട് ഉയർന്നതും ഇരുവരും മതി മറന്നു പാട്ടിന് ചുവടുകൾ വെച്ചു. എല്ലാം മറന്നുകൊണ്ട് നന്ദുവുമായി ഇഴകിച്ചേർന്ന് ഡാൻസ് ചെയ്യുന്ന കൃഷിനെ കണ്ട് കൂട്ടുകാർ പോലും ഞെട്ടി. ഡാഡീസ് നോക്കിക്കേ, കാൽപോയും തുമ്പിയും രണ്ടുപേരും എന്തൊരു മാച്ചല്ലേ. നമുക്ക് ഇവരെ അങ്ങ് സെറ്റാക്കിയാലോ. പറഞ്ഞിട്ട് എന്ത് കാര്യം, അവൻ ഏതോ ഒരു പെണ്ണിനെയും കിനാവ് കണ്ട് നടക്കുമല്ലേ, ആഡിസ് പറഞ്ഞു. അതിനൊക്കെ എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. ആ പെണ്ണ് ഇനി തിരിച്ചു വരില്ലെന്ന് കൃഷിന് തോന്നിയാൽ പോരെ? അല്ല, നമ്മൾ തോന്നിപ്പിച്ചാൽ പോരെ? അപ്പോൾ ഓട്ടോമാറ്റിക്കായി കൃഷ് ഇവളിലോട്ട് ചാഞ്ഞോളൂ. ഒന്നുമില്ലേലും രണ്ടുപേരും ഒരുമിച്ചല്ല താമസം. നമുക്ക് ഇവരെ സെറ്റാക്കാൻ വേണ്ടി ചിലതൊക്കെ കളിക്കേണ്ടി വരും. നീ എന്താ ദിവനെ ഉദ്ദേശിക്കുന്നത്? ആഡിസ് നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ദിവൻ ഡാൻസിലേക്ക് ശ്രദ്ധ കൊടുത്തു. ഈ പെരുങ്കള്ളി നിനക്ക് വെച്ചിട്ടുണ്ട് ട്ടാ, വീട്ടിലെത്തിക്കോട്ടെ. ഡാൻസ് തീരുന്നതിന് മുൻപായി കൃഷ് അവളുടെ കാതോരം സ്വകാര്യം പോലെ പറഞ്ഞതും നന്ദു അവനെ ദയനീയമായി നോക്കി. ഡാൻസ് കഴിഞ്ഞ് കൃഷ്ണ ഒന്ന് നോക്കി വേദിയിൽ നിന്ന് ഇറങ്ങാൻ പോയ നന്ദു സാരിയിൽ ചവിട്ടി വീഴാൻ പോയതും വീഴാതിരിക്കാൻ കൃഷ് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചതും ഇരുവരും അതേ പൊസിഷനിൽ നിന്നുകൊണ്ട് കുറച്ചു നേരം അറിയാതെ പരസ്പരം കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങി. കാൽപ്പോ തുമ്പി മോനെ കൃഷേ, പാട്ട് കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറിൽ നിന്ന് വിട്ടുമാറ്, പിള്ളേർ വിളിച്ചു പറഞ്ഞത് കേട്ട് ഇരുവരും ചമ്മലോട് അകന്നു മാറി. അതേ നിമിഷം അലോകും ധ്രുവും ഇതൊക്കെ പകയെരിയുന്ന കണ്ണുകളോടെ നോക്കി നിന്നു. ലഞ്ച് ബ്രേക്ക് ആയതും പ്രോഗ്രാം ഹാളിൽ നിന്ന് ഓരോരുത്തരായി ഇറങ്ങി തുടങ്ങി. ഇപ്പോൾ കുറച്ച് പിള്ളേർ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. വാടാ നമുക്ക് പോയാലോ, കൃഷ്ണനെ നോക്കി ദിവ്യൻ പറഞ്ഞു. നിങ്ങൾ നടന്നോ, ഞാൻ വന്നോളാം. അത് പറയുന്ന കൃഷിൻ്റെ നോട്ടം പോകുന്ന വഴി ദിവ്യന് നോക്കി. തനുവുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നന്ദുവിലാണ് കൃഷിൻ്റെ നോട്ടം. എന്താ നിൻ്റെ ഉദ്ദേശം? ദിവ്യൻ വീണ്ടും ചോദിച്ചു. അവളെ ചെറുതായി ഒന്ന് പേടിപ്പിച്ചിട്ട് വന്നോളാം, നിങ്ങൾ പൊയ്ക്കോ. പേടിപ്പിക്കലും പീഡിപ്പിക്കലൊക്കെ അങ്ങ് വീട്ടിൽ വെച്ച് ആവാലോ. നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ളതാ, ആഡിസ് ആണ് പറഞ്ഞത്. അപ്പോഴേക്കും ആ ഫ്ലോ അങ്ങ് പോവും. നിങ്ങളങ്ങ് ചെല്ല്, ഞാൻ വന്നോളാം. കൃഷ് പറഞ്ഞത് കേട്ട് ദിവ്യനും ആഡിസും ക്യാൻറ്റീൻ ലക്ഷ്യം വെച്ച് നടന്നു.